പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിന്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ 2 ദിനങ്ങൾ നമുക്ക് ദൈവജനമായിട്ട് ദൈവത്തിൽ കടന്നിടുവാൻ കഴിയാതെ കടന്നുപോയി. കാരണം ഞാനൊരു സ്ഥലത്ത് യാത്ര ചെയ്തുകൊണ്ട് കടന്നു ചെന്ന സ്ഥലത്ത് നെറ്റ്വർക്കിന്റെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നതുകൊണ്ട് തിരുവചനം രാവിലെ പ്രഭാതം ധ്യാനിക്കാൻ കഴിയാതെ പോയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായ കാര്യമാണെങ്കിലും ഇന്ന് പകൽ ഒന്നിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവ അവസരം തന്നല്ലോ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളിവിടെ ചിന്തിക്കുന്ന ദൈവവചനം എന്ന് പറയുന്നത് 118 സങ്കീർത്തനം 15 വാക്യമാണ്. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. പ്രൈസ് ലോർഡ്. ഈ ദൈവവചന ഭാഗത്തുനിന്ന് ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളുണ്ട് എന്നുള്ളതാണ്. പ്രൈസ് ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്താണ്. അനവധി ദൈവമക്കൾ ദൈവദാസന്മാർ പ്രസംഗിച്ച് നമ്മൾ ആത്മീയ അനുഭവത്തിലും അനുഗ്രഹത്തിലും ആത്മീയ ശുദ്ധീകരണത്തിലേക്കും വന്നിട്ടുള്ള ഒരു ദൈവവചനമാണ്. ഈ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട് എന്ന് പറയുമ്പോൾ ഇതൊരു ഉണർവിന്റെ വചനമാണ്. ഈ വചനത്തിനകത്ത് വലിയ ഉണർവാണുള്ളത്. ഈ വചനത്തിനകത്ത് ഭവനത്തിന്റെ ഉണർവുണ്ട്, നമ്മുടെ ജീവിതത്തിന്റെ ഉണർവുണ്ട്, സഭയുടെ ഉണർവുണ്ട്, ദേശത്തിന്റെ ഉണർവുണ്ട് ഈ വാക്യത്തിനകത്ത്. എന്ന് പറഞ്ഞാൽ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങൾ എന്ന് പറയുമ്പോൾ നാം താമസിക്കുന്ന ഭവനമാകുന്ന കൂടാരത്തിനകത്ത് ഈ വചനത്തിലൂടെ ഉണർവുണ്ട്. അപ്പോൾ നമ്മളാകുന്ന കൂടാരം, എന്റെ നിങ്ങളുടെ ശരീരമാകുന്ന കൂടാരത്തിൽ ഈ വചനത്തിലൂടെ ഉണർവുണ്ട്. പ്രൈസ് ലോർഡ്. അപ്പൊ നമ്മുടെ ഭവനത്തിലും ജീവിതമാകുന്ന കൂടാരത്തിലും ഉണർവുണ്ടാകുമ്പോഴാണ് ആ ഉണർവ് നമ്മളുടെ സഭയിലേക്ക് വരുന്നത്. സഭയിൽ വെളിപ്പെടുന്ന ഉണർവാണ് ദേശത്തെ വ്യാപരിക്കുന്നത്. ഈ ആദ്യ ഉണർവ് നടക്കേണ്ടത് നമ്മളാകുന്ന കൂടാരത്തിലും നമ്മുടെ ഭവനത്തിലുമാണ്. പ്രൈസ് ലോർഡ്. എങ്കിൽ മാത്രമേ ഈ ഉണർവിന്റെ സാധ്യത ഈ വചനത്തിനകത്ത് നമുക്ക് വെളിപ്പെടും. പ്രൈസ് ലോർഡ്. ഇപ്പൊ നിങ്ങളുടെ വീട് നീതിമാന്മാരുടെ കൂടാരമായിരിക്കണം. നിങ്ങളുടെ വീട് നീതിമാന്മാരുടെ കൂടാരമായിരിക്കണം എന്ന് പറയാൻ നിങ്ങൾ നീതിമാനാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ വീട് നീതിമാന്മാരുടെ കൂടാരമാകൂ. രക്തം ചെയ്യും. അപ്പൊ നിങ്ങൾ നീതിമാനായിരിക്കുമ്പോൾ നിങ്ങളാകുന്ന കൂടാരത്തിനകത്ത് ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷം ഉണ്ടാകും. അത് നിങ്ങളുടെ ഭവനമാകുന്ന കൂടാരത്തിലുണ്ടാകും. അത് നിങ്ങളുടെ മക്കളിലും നിങ്ങളുടെ മാതാപിതാക്കളിലും നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളെല്ലാം ആ ഉണർവുണ്ടാകും. അല്ലേ? ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. അപ്പൊ നിങ്ങളുടെ വീട് അല്ലെങ്കിൽ നിശ്ചയമായിട്ട് ദൈവത്തിനെ സമർപ്പിച്ച് ദൈവഹിതത്തിനനുസരിച്ച് കൊടുത്ത് ദൈവം വസിക്കുന്ന ഭവനമായി മാറുമ്പോഴാണ് ദൈവം നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഇറങ്ങി വരുന്നത്, ദൈവ സാന്നിധ്യം കൊണ്ട് നിറയുന്നത്. അല്ലേ? എന്ന് പറഞ്ഞ് നിങ്ങളുടെ കുടുംബത്തിനകത്ത് കർത്താവായ യേശുക്രിസ്തുവിനെ ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭവനം ദൈവിക കൂടാരത്തിന്റെ അനുഭവത്തിലേക്ക് വരികയാണ്. രക്തം ചെയ്യും. അല്ലേ? ഒരു വീടായിരിക്കുമ്പോൾ അവിടെ സ്വർഗീയ സന്തോഷമാണ് ആവശ്യം. ഒരു വീടായിരിക്കുമ്പോൾ എന്താണ് വേണ്ടത്? സ്വർഗീയ സന്തോഷം. ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്വർഗീയ സന്തോഷങ്ങളാണ് നമ്മുടെ കൂടാരത്തിൽ, നിങ്ങളാകുന്ന കൂടാരത്തിൽ, നിങ്ങളുടെ ഭവനമാകുന്ന കൂടാരത്തിൽ വെളിപ്പെടേണ്ടത്. അല്ലേ? അപ്പൊ നിങ്ങളുടെ ഭവനത്തിനകത്ത് സ്വർഗീയ സന്തോഷം നിറയുമ്പോൾ അല്ലെങ്കിൽ ആ സ്വർഗീയ സന്തോഷമാണ് മറ്റുള്ളവരിലേക്ക് നമുക്ക് പകരാൻ കഴിയുന്നത്. രക്തം ചെയ്യും. അപ്പൊ നിങ്ങളുടെ വീടിനെ കർത്താവിന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണം. നിങ്ങളുടെ വീടുകൾ എന്ത് ചെയ്യണം? ദൈവരാജ്യത്തിന്റെ ദൈവനാമത്തിന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി നിങ്ങളുടെ വീട് തുറന്നു കൊടുക്കുമ്പോഴാണ് ദൈവഭക്തന്മാർ, ദൈവദാസിദാസന്മാർ നിങ്ങളുടെ കുടുംബത്തിനകത്ത് കടന്നു വന്ന് നിങ്ങളോടൊപ്പം ചേർന്നിരുന്ന് ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിച്ച് ദൈവശബ്ദം നിങ്ങളുടെ ഭവനത്തിനകത്ത് മുഴങ്ങുമ്പോൾ നിങ്ങളുടെ ഭവനത്തിന് അരികെ വ്യാപരിക്കുന്ന സകല അന്ധകാരങ്ങൾ തകരും. അപ്പം ദൈവത്തെ അറിയാത്ത, ദൈവമായി ബന്ധമില്ലാത്ത, ദൈവമായി യാതൊരു അടുപ്പമില്ലാത്ത അനവധി കുടുംബങ്ങളെയാണ് സാത്താൻ നയിക്കുന്നത്. ആ കുടുംബത്തിനകത്താണ് അരാജകത്വമുള്ളത്, കണ്ണുനീരുള്ളത്. ദൈവത്തെ ആരാധിക്കുന്നവരെ കുടുംബത്തിനകത്ത് പിശാച് പ്രവർത്തിക്കത്തില്ല. ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന നീതിമാന്മാരുടെ കൂടാരങ്ങൾക്കകത്ത് സാത്താൻ പ്രവേശിക്കത്തില്ല.
നിന്റെ ഭവനത്തിനകത്ത് സാത്താന്യ ശക്തികൾ പോരാടുന്ന നിങ്ങളുടെ ഓർത്തോണം. ഉല്ലാസത്തിന്റെ ജയത്തിനും ഘോഷം നിന്റെ കൂടാരത്തിൽ നഷ്ടപ്പെട്ടു പോയി. ദൈവമായി ബന്ധമില്ലാതെ കൂട്ടായ്മയിൽ ആരാധനയിൽ ലോകത്തോടൊപ്പം ചേർന്ന് ഈ ലോകത്തിന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ നിന്റെ കുടുംബത്തിനകത്ത് സാത്താന്യ ശക്തികൾ പ്രവേശിക്കും. അതിനെ നീ പുറത്താക്കി കളയണം. രക്തം ചെയ്യും. നിന്റെ വീട് ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിക്കണം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, കൂട്ടുകാർ കൂടിയിരുന്ന് നാട്ടുകാർ കൂടിയിരുന്ന് മദ്യപിച്ച് വീട്ടിനകത്ത് കയ്യാങ്കളി നടത്തുന്ന, വീട്ടിനകത്തിരുന്ന് അട്ടഹസിക്കുന്നതാകരുത് നിന്റെ വീട്. അത് സാത്താന്യ ശക്തിയാണ്. നിന്റെ വീടെന്ന് പറയുന്നത് ദൈവ സാന്നിധ്യം കൊണ്ട് നിറയപ്പെട്ടതായിരിക്കണം. രക്തം ചെയ്യും. അപ്പൊ നിങ്ങളുടെ വീടെന്തിനും ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി തുറന്നു കൊടുക്കണം. നിങ്ങളുടെ വീട് സകല ജനങ്ങൾക്കും ഒരു പ്രാർത്ഥനയുടെ വീടായിട്ട് അറിയണം. ലേലിയ, നിങ്ങളുടെ വീട് സകല ജനത്തിനും ഒരു പ്രാർത്ഥനയുടെ വീടായിട്ട് അറിയണം. നിങ്ങളെ കാണുമ്പോൾ ലോകം പറയണം, ആ മനുഷ്യന് നീതിമാനാണെന്ന് പറയണം. അല്ലേലിയ, നിങ്ങളൊരു നീതിമാനാണ്, നിങ്ങൾ നീതിയോടെ പ്രവർത്തിക്കുന്നവളാണെന്ന് നിങ്ങളെക്കുറിച്ച് ലോകം പറയണമെങ്കിൽ നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ഉറച്ചു സാക്ഷ്യമുണ്ടായിരിക്കണം. നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങളുടെ ചുറ്റും കഷ്ടം അനുഭവിക്കുന്ന, സങ്കടം അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന, മാറാ രോഗത്താൽ, മാറാ വ്യാധിയാൽ, വിവിധ ബന്ധനങ്ങളാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി, അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ കൂടാരങ്ങളായി മാറേണ്ടതിന്റെ വീട്. അല്ലേരിയ, അതും ഇതുമൊക്കെ പറഞ്ഞ് പൊട്ടച്ചൊല്ലും, കളവാക്കും, ചക്കരവാക്കും, മുഖസ്തുതിയൊക്കെ പറഞ്ഞ് ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നിന്റെ വീട് നീ ഉപയോഗിക്കരുത്. അല്ലേരിയ, യേശുവിന്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ നിന്റെ ഭവനത്തെ നീ നിറയ്ക്കണം. യേശുവിന്റെ രക്തത്താൽ നിന്റെ ഭവനത്തെ മുദ്രവെച്ച് പ്രാർത്ഥിക്കണം. സാത്താന്യ ശക്തികൾ നിന്റെ കുടുംബത്തിനകത്ത് പ്രവേശിക്കാതിരിക്കാൻ തക്കോണം, അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിനകത്തെ അശുദ്ധിയെ നീക്കിക്കളയണം. രക്തം ചെയ്യണം. പ്രൈസലോ. അപ്പൊ കർത്താവിനെ ഭയപ്പെടുന്നവൻ ഇപ്രകാരം അല്ലേലൂയ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തെ അല്ലേലൂയ ആരാധിക്കുന്നവർ, ദൈവത്തെ സ്തുതിക്കുന്നവർ ദൈവത്താൽ തന്നെ അനുഗ്രഹിക്കപ്പെടും എന്നതിന് നിങ്ങളുടെ വീട് ഒരു അടയാളമായിരിക്കണം. ലോകം നോക്കുമ്പോൾ ലോകക്കാര് പറയണം, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആ ഭക്തന്റെ, ആ സഹോദരന്റെ വീട്, സഹോദരി വീട് ഒരു അനുഗ്രഹിക്കപ്പെട്ട വീടാണ്. അവിടെ പോയാൽ നമുക്ക് പ്രാർത്ഥിക്കാം, അവിടെ പോയാൽ ഒരു സമാധാനമുണ്ടെന്ന് നിങ്ങളുടെ വീടിനെ നോക്കി പറയണം. രക്തം ചെയ്യും. പ്രൈസലോ. ഹല്ലേലൂയ. അപ്പൊ ദൈവിക സമാധാനം, ദൈവിക സന്തോഷം, സംതൃപ്തി നിറഞ്ഞതായിരിക്കണം നിങ്ങളുടെ വീട്. നിങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ ദൈവസ്നേഹത്താൽ നിറയപ്പെട്ടത്, ദൈവിക സമാധാനത്താൽ നിറയപ്പെട്ടത്, എല്ലാത്തിനും നല്ല സംതൃപ്തിയുള്ള ഒരു വീടായിരിക്കണം നിങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിനകത്ത് ഉണ്ടാകുമ്പോൾ അല്ലേലൂയ നിങ്ങളുടെ കുടുംബം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ടാണ് അല്ലേലൂയ ഒന്ന് ശമൂവേലിന്റെ പുസ്തകം അല്ലേലൂയ 9-20 വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് കാണാൻ കഴിയും. അല്ലേലൂയ, അവിടെ എന്താണ് എഴുതി നമുക്ക് വായിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 9-20 വാക്യം വായിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: 3 ദിവസം മുമ്പേ കാണാതെ പോയ കഴുതകളെ കുറിച്ച് ചിന്തിക്കേണ്ട, അവയെ കണ്ടുകിട്ടിയിരിക്കുന്നു. എന്നാൽ ഇസ്രായേലിന്റെ ആഗ്രഹമൊക്കെയും ആരുടെ മേൽ? നിന്റെ മേലും നിന്റെ സർവ്വ പിതൃഭവനത്തിന്മേലും അല്ലയോ എന്ന് പറഞ്ഞു. അല്ലേലൂയ. ഇവിടെ ദൈവ സാന്നിധ്യമാണ്. അല്ലയോ ഇസ്രായേൽ ഇസ്രായേൽ ദൈവത്തിന്റെ ഭവനമാണ്. ഇസ്രായേലിന്റെ ആഗ്രഹമൊക്കെയും ആരുടെ മേൽ? നിന്റെ സർവ്വ പിതൃഭവനത്തിന്മേലല്ലയോ? അപ്പൊ നമ്മുടെ ഭവനത്തിന്മേലാണ് ദൈവ സാന്നിധ്യം വെളിപ്പെടുകയെന്ന് പറയുന്നത്. നമ്മുടെ ഭവനത്തിലാണ് ദൈവകൃപ വ്യാപിക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. താങ്കളൊരു നീതിമാനാണെങ്കിൽ നിന്റെ ഭവനത്തിനകത്ത് ദൈവ സാന്നിധ്യം ഉണ്ടാകുമെന്ന്. ഹല്ലേലൂയ. ദൈവഹിതമല്ലാത്തതൊന്നും നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് ഉച്ചരിക്കുക പോലും ചെയ്യരുത്. കൊലോസ്യ ലേഖനക്കാരൻ പറയുന്നതാണ്. കൊലോസ്യ ലേഖനം 4:6 വായിക്കുമ്പോൾ അങ്ങനെയുണ്ട്: നിങ്ങളുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. നിങ്ങൾ ആരോട് സംസാരിച്ചാലും ആരോട് ഇടപെട്ടാലും നിങ്ങളുടെ വാക്കുകൾ കൃപയോട് കൂടിയതായിരിക്കണം. ഉപ്പിനാൽ രുചി വരുത്തിയത്. ഹല്ലേലൂയ. ഉപ്പിനാൽ രുചി വരുത്തുന്നതൊക്കെ പറഞ്ഞാൽ നമ്മൾ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവയ്ക്ക് ഉപ്പില്ലെങ്കിൽ ആ സാധനം ഉപയോഗിക്കാൻ കൊള്ളത്തില്ല, ആ രുചിയില്ല. എന്നാൽ ഉപ്പ് ചേർത്ത് വെക്കുന്ന ആഹാരത്തിന് രുചി ഉള്ളതുപോലെ നിങ്ങളുടെ നാവിലെ വാക്കുകളും രുചിയേറിയതായിരിക്കണം. കൃപയോട് കൂടിയത് ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കണം. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ വചനം വായിക്കും. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങളുടെ ഭവനത്തിനകത്തൊരു ഉണർവിന്റെ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ,
നിന്റെ കുടുംബ അരാജകത്വത്തിനകത്ത് കണ്ണുനീരിനകത്ത് ഇരുളിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നത് സമാധാനം, സന്തോഷം, സ്നേഹം നഷ്ടപ്പെട്ട അനുഭവമാണോ? എന്നും നിലവിളിയുടെ അനുഭവമാണോ? കുടുംബത്തിനകത്ത് മാറാ രോഗങ്ങളും മാറാ വ്യാധികളും നിന്റെ കുടുംബത്തെ അലട്ടിക്കൊണ്ടിരിക്കുകയാണോ? ഹല്ലേലൂയ. എന്ന ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിന്റെ ഭവനത്തിനകത്തൊരു ഉണർവിന്റെ സാധ്യതയുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. അത് ഇന്ന് പകൽ ദൈവാത്മാവ് വ്യക്തമായിട്ട് ചിലരോടൊക്കെ പറയും ദൂത്, നിന്റെ ഭവനം കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെടുമ്പോൾ, നിന്റെ ഭവന ശുശ്രൂഷകൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുമ്പോൾ അവിടെ ഒരു ഉണർവ് വ്യാപിക്കാൻ പോവുകയാണ്. രക്തം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ചില ദുർബല നിമിഷങ്ങളിൽ ഭക്തനെ തള്ളി വീഴ്ത്തുവാൻ വിധത്തിൽ പിശാച് എഴുതേക്കും. ചില ദുർബലമായ സാഹചര്യങ്ങൾ നമുക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ എത്ര വലിയ ഭക്തനായിരുന്നാലും നിങ്ങളെ പിശാച് തള്ളിയിടത്തക്ക നിലയിലേക്ക് പിശാച് തന്ത്രങ്ങൾ നിലയുന്നു. അങ്ങനെ അനവധി ഭക്തന്മാരുടെ വീടുകൾ പരാജയത്തിലേക്ക് പോയതുണ്ട്. രക്തം ചെയ്യാം. സത്യസന്ധമായും വിശുദ്ധമായും ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്ന ദൈവസാന്നിധ്യം കൊണ്ട് നിറയപ്പെടുന്ന അനവധി കുടുംബങ്ങൾ, അനവധി വ്യക്തി ജീവിതങ്ങൾ ചില ദുർബല സാഹചര്യങ്ങളിൽ തകർന്നു പോയിട്ടുണ്ട്. രക്തം ചെയ്യാം. എന്നാൽ ആ ദുർബല സാഹചര്യങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ള ദുർബല സാഹചര്യങ്ങളിൽ സാത്താൻ നിന്റെ കുടുംബത്തെയും അലിയ വീഴ്ത്തുവാൻ വരുമ്പോൾ അതിന്റെ മുകളിൽ നീ ജയം പ്രാപിക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പം സ്തോത്രം. ദുർബല നിമിഷങ്ങളിൽ ഭക്തനെ തള്ളി വീഴിക്കുവാൻ ശത്രു അല്ലയെ ശ്രമിച്ചു എന്ന് വരാം. എങ്കിലും ഹല്ലേലൂയ, ദൈവം സഹായമായി നിങ്ങളുടെ കുടുംബത്തിനകത്ത് എത്തുന്നത് കൊണ്ട്, ദൈവസഹായം ദൈവസാന്നിധ്യത്തിന്റെ കുടുംബത്തിൽ വരുന്നത് കൊണ്ട് നിന്റെ കുടുംബത്തെ തകർത്ത് കളയുവാൻ കഴിയാതെ ദൈവം നിനക്ക് തീമതിലും കോട്ടയമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. സാത്താൻ നിന്റെ കുടുംബത്തിനകത്ത് പ്രവേശിപ്പാൻ, സാത്താൻ നിന്റെ ജീവിതമാകുന്ന കൂടാരത്തിൽ, സാത്താൻ നിന്റെ കുടുംബമാകുന്ന കൂടാരത്തിൽ പ്രവേശിക്കാൻ അവൻ പലവിധമായ ചക്രവാക്കും മുഖസ്തുതിയും ഒക്കെ പറഞ്ഞ് നിന്നെ പ്രലോഭിപ്പിച്ച് നിന്നെ അതിൽ വിശ്വസിപ്പിച്ച് അവൻ നിന്റെ വീട്ടിനകത്ത് നുഴഞ്ഞു കയറാൻ ശ്രമിക്കും സാത്താൻ. ഹല്ലേലൂയ. അവൻ നിന്റെ ഭവനത്തിനകത്ത് നുഴഞ്ഞു കയറിയാൽ, സാത്താൻ നിന്റെ കുടുംബത്തിനകത്ത് നുഴഞ്ഞു കയറി നിന്റെ കുടുംബത്തിനകത്ത് അരാജകത്വം വരും. പക്ഷേ സാത്താൻ തന്ത്രങ്ങൾ മെനയുമ്പോൾ തന്നെ നിങ്ങളുടെ ഭവനം നീ ശുശ്രൂഷയ്ക്ക് വേണ്ടി തുറക്കപ്പെട്ട കുടുംബമാണെങ്കിൽ, പ്രാർത്ഥനയും ആരാധന സ്തുതിയുള്ള ഭവനമാണെങ്കിൽ, ശത്രുവിന്റെ കുടുംബത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം നിന്റെ ഭവനത്തിന്റെ തീമതിൽ കോട്ട, നിന്റെ ഭവനത്തെ വേലി കെട്ടി ദൈവം സൂക്ഷിക്കും. സ്തോത്രം. അപ്പൊ എന്നെ കേൾക്കുന്ന മാതാപിതാവ്, നിങ്ങളുടെ ഭവനത്തിന് ചുറ്റും ദൈവ സാന്നിധ്യം നിറയട്ടെ. യഹോവയുടെ ദൂതൻ നിന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി വിടിവിക്കുന്ന പറഞ്ഞ പോലെ നിന്റെ വീടിന് ചുറ്റും ദൈവിക ദൂതന്മാർ പാളയം ഇറങ്ങിക്കഴിഞ്ഞാൽ നിന്റെ ഭവനത്തിന് ചുറ്റും യോബിന്റെ ചുറ്റും വേലി കെട്ടി എന്ന് പറഞ്ഞത് നിന്റെ വീടിന് ചുറ്റും ദൈവത്തങ്ങളുടെ വേലി, ദൈവിക ദൂതന്മാർ വേലി തീർത്ത് കഴിയുമ്പോൾ, ഹല്ലേലൂയ, ദൈവം നിനക്ക് തീമതിൽ കോട്ടയായി മാറി കഴിയുമ്പോൾ നിന്റെ കുടുംബത്തിനകത്ത് സാത്താന്യ ശക്തികൾ പ്രവേശിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ നിന്റെ കുടുംബത്തിന് ചുറ്റും വേലി കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വലിയ വലിയ സമ്മേളനം, വലിയ വലിയ ഓരോ കാര്യങ്ങൾക്ക് നടക്കുമ്പോൾ അവിടെ വലിയ തിക്കും തിരക്കും ഉണ്ടാകും. തിക്കും തിരക്കൊക്കെ ഉണ്ടാകുമ്പോൾ സംഘാടകരെല്ലാം കൂടെ കൂടി എന്ത് ചെയ്യും? കൈകൾ കോർത്തു പിടിക്കും. കൈകൾ കോർത്തു പിടിച്ച് വലിയൊരു ചുറ്റുവലയം ഉണ്ടാക്കും. എന്തിനാണ്? അകത്തേക്ക് ആരും ഇടിച്ചു കയറാതിരിപ്പാൻ. ഹല്ലേലൂയ എന്ന് പറഞ്ഞു നിന്റെ കുടുംബത്തിന് ചുറ്റും, നിന്റെ ഭവനത്തിന് ചുറ്റും, നിന്റെ വീടാകുന്ന നിന്റെ കൂടാരത്തിന് ചുറ്റും, ഹല്ലേലൂയ, നിങ്ങളുടെ ശരീരമാകുന്ന കൂടാരത്തിന് യഹോവയുടെ ദൂതന്മാർ നിങ്ങൾക്ക് ചുറ്റും ഒരു ചുറ്റുമതിൽ തീർത്തിരിക്കുന്ന വിധത്തിൽ, ചുറ്റുമതിൽ ഉണ്ടായിരിക്കത്തക്ക നിലയിൽ, ഹല്ലേലൂയ, നിങ്ങളുടെ ഭവനത്തിന് ഒരു കൂടാരമായി, നിങ്ങളുടെ ഭവനത്തിന് ചുറ്റും, നിങ്ങളാകുന്ന കൂടാരത്തിന് ചുറ്റും ഒരു ചുറ്റുമതിലായി ദൈവിക ദൂതന്മാർ ഇറങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നിന്റെ കുടുംബത്തെ ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുമ്പോഴാണ് ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിയന്മാരുടെ കൂടാരങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നൊരു അനുഭവം നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ ഭവനത്തിന്റെ 7 അകലത്തെ സാത്താൻ എടുക്കത്തില്ല. പ്രാർത്ഥിക്കുന്നവന്റെ വീടിനടുത്ത് സാത്താൻ നിൽക്കത്തില്ല. പ്രാർത്ഥിക്കുന്നവന്റെ, ആരാധിക്കുന്നവന്റെ, ദൈവത്തെ സ്തുതിക്കുന്നവന്റെ, ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവന്റെ ഭവനത്തിന് ചുറ്റും പിശാചിന് അടുക്കാൻ കഴിയില്ല. കാരണം അവിടെ ദൈവം തീമതിലുകൊണ്ടൊരു കോട്ട തീർത്തിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം തീമതിലായി നമുക്ക് വേണ്ടി നിൽക്കുമ്പോൾ അതിന് ചുറ്റും ശത്രു സൈന്യത്തെ ദൈവം തകർത്ത് കളയും. രക്തം ചെയ്യും. ഇന്ന് പകരം ഈ ദൈവത്തിന് വധം കേൾക്കുന്ന സ്വഭാവേ, എത്ര കാലമായി നിന്റെ കുടുംബത്തിനകത്ത് അരാജകത്വം തുടങ്ങി, നിന്റെ കുടുംബത്തിനകത്ത് കണ്ണുനീര് തുടങ്ങിയിട്ട് വേദനിക്കുന്ന അനുഭവമല്ലേ, സങ്കടപ്പെടുന്ന അനുഭവമല്ലേ നീ?
ജീവിതത്തിൽ പലതിനെ കുറിച്ച് നീ ആലോചിച്ച് തീരുമാനിച്ച് ഇറങ്ങി പുറപ്പെട്ട് പലതിനും ചെയ്തു നോക്കി, എല്ലാം തകർന്ന് തരിപ്പണമായ അനുഭവമില്ലേ? കണ്ണതിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളില്ലേ? ഇനി എന്ത് ചെയ്യും, എങ്ങനെ മുന്നോട്ട് ജീവിക്കും, എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് കോർത്ത് ഭാരപ്പെടുന്ന ചില ജീവിതം കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നീ നിന്റെ കുടുംബവും കർത്താവിനോട് സമർപ്പിക്കപ്പെട്ട ശുശ്രൂഷകൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുമ്പോൾ നിന്റെ പരാജയങ്ങളെ മുഴുവൻ വിജയത്തിലേക്ക് കൊണ്ടുവരുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. പ്രൈസലോ. നിന്റെ കുടുംബം കർത്താവിന് വിട്ടുകൊടുക്കണം. ലേഡിയ ഇവിടെ നാം ദൈവത്തിന് വചനം അയ്യോ, നിങ്ങളുടെ വീട് വിശുദ്ധിയുള്ള വീടായിരിക്കണം. നിങ്ങളുടെ വീട് വിശുദ്ധിയുള്ള വീടായിരിക്കണം. ഇന്നില്ലാത്തതും അത് തന്നെയാണ്, അല്ലേ? നിങ്ങളുടെ വീട് വിശുദ്ധി കൊണ്ട് നിറയ്ക്കണം, വിശുദ്ധി കൊണ്ട് അലങ്കരിക്കണം. നിങ്ങളുടെ വീടിനെ അശുദ്ധി കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന നിങ്ങളുടെ വീടിനകത്തെ അശുദ്ധിയെ നീക്കിക്കളഞ്ഞിട്ട് വിശുദ്ധിയെ കൊണ്ട് നിറയ്ക്കണം, വിശുദ്ധി കൊണ്ട് അലങ്കരിക്കണം. അങ്ങനെ വീട് വിശുദ്ധി കൊണ്ട് അലങ്കരിച്ച ചില ഭക്തന്മാരുടെ വീട് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. അശുദ്ധിയാൽ നിറയപ്പെട്ടിരുന്ന ചില കുടുംബങ്ങളൊക്കെ വിശുദ്ധിയാൽ അലങ്കരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിനകത്ത് വലിയ ഉണർവുണ്ടായി. അതിന് ഉദാഹരണമാണ് യാക്കോബിന്റെ ഭവനം എന്ന് പറയുന്നത്. പഴയ നിയമത്തിൽ യാക്കോബിന്റെ ഭവനം എന്ന് പറയുന്നത് അശുദ്ധി കൊണ്ട് നിറയപ്പെട്ടിരുന്ന ആ കുടുംബത്തിനകത്ത് വിശുദ്ധിയെ നിറച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആ വീട് വിശുദ്ധിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിനകത്ത് വലിയ ഉണർവുണ്ടായെന്ന്. പ്രൈസലോ. അതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ താഴോട്ട് വായിച്ചവരും കാണുന്നുണ്ട്. ഇങ്ങനെ അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബേഥേലിലേക്ക് ചെന്ന് പാർക്കാം. അവിടെ നിന്റെ സഹോദരൻ യേശാവിന്റെ മുമ്പിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു. ദൈവം ഒരു ആലോചന കൊടുക്കുക യാക്കോബിന്. ആലോചന യാക്കോബ് ഏറ്റെടുക്കുക. എന്നിട്ട് പറയുകയാണ്, ദൈവം പറയും, അപ്പോൾ യാക്കോബ് തന്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും നിങ്ങളെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുകയും. അല്ലേ? അപ്പം ദൈവത്തിന്റെ ആലോചന ഈ യാക്കോബിന് കിട്ടിക്കഴിഞ്ഞപ്പോൾ, നീ നിന്റെ സഹോദരനെ വിട്ട് ഓടിപ്പോയി ബേഥേലിൽ വന്ന് പാർത്തപ്പോൾ അവിടെ വെച്ച് നിനക്ക് ഉണ്ടായ ദൈവസാന്നിധ്യം, അതുകൊണ്ട് നീ ഇപ്പോൾ അങ്ങോട്ട് തന്നെ പോയി ഒരു യാഗപീഠം പണിയണം. ലേഡിയ ആ ദൂത് കേട്ടപ്പോൾ എന്ത് ചെയ്തു? യാക്കോബ് ഭവനത്തിലുള്ളവരോട് പറഞ്ഞതാണ്. ഉൽപ്പത്തി 35:2 ആമി യാക്കോബ് തന്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറി. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ദൈവഹിതമല്ലാത്തതെല്ലാം നിങ്ങളുടെ കുടുംബത്തിൽ നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ കുടുംബത്തെ ശുദ്ധീകരിച്ച് നിങ്ങളുടെ വീട് വിശുദ്ധിയുടെ ഭവനമായി മാറണം. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ, നിന്റെ ഭവനത്തിനകത്ത് പലതും നീക്കിക്കളയാനുണ്ട്. നിന്റെ ഭവനത്തിനകത്ത് അശുദ്ധിയുടെ കോലാഹലങ്ങൾ, അശുദ്ധിയുടെ വേഷഭൂഷാദികൾ, അശുദ്ധിയുടെ അനുഭവങ്ങൾ നിറയപ്പെട്ട് നിൽക്കുന്നതിന്റെ കുടുംബത്തിനകത്ത് നിന്ന് അശുദ്ധിയെ നീക്കിക്കളഞ്ഞിട്ട് നിന്റെ വീടിനെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരണം. രക്തം ചെയ്യും. ഇന്ന് പകൽ ചില കുടുംബങ്ങൾക്കകത്ത് ദൈവം ഉണർവ് വഹിക്കാൻ പോവുക. കരഞ്ഞ് കലങ്ങി കണ്ണുമായി കണ്ണുനീരിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന സഹോദരി, നിന്റെ കുടുംബത്തിനകത്ത് ആമിനുള്ള അശുദ്ധിയെ നീക്കിക്കളഞ്ഞിട്ട്, അശുദ്ധിയുടെ അനുഭവത്തെ നീക്കിക്കളഞ്ഞിട്ട് നിന്റെ ഭവനത്തിനകത്ത് ദൈവം ഒരു വിശുദ്ധിയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. യാക്കോബ് പറയാണ്, നിങ്ങളുടെ ഇടയിലുള്ള ഹല്ലേലൂയ നിങ്ങളുടെ അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുകയും. നാം പുറപ്പെട്ട് ബേഥേലിലേക്ക് പോകാം. എന്റെ ജീവകാലത്ത് ഹല്ലേലൂയ എന്നോട് കൂടെയിരുന്ന ദൈവം, എന്റെ കഷ്ടകാലത്തിനോട് കൂടെയിരുന്ന ദൈവം, എന്റെ എല്ലാ വഴി നടത്തിപ്പിലും കൂടെയിരുന്ന ദൈവം, എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിൽ എന്നോട് കൂടെയിരുന്ന ദൈവം ഇന്നും എന്നോട് കൂടെയുണ്ട് എന്ന് യാക്കോബിന് മനസ്സിലായി. യാക്കോബ് പറഞ്ഞതാണ്, അല്ലെങ്കിൽ എന്റെ കഷ്ടകാലത്തിന്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടെ ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാകും എന്ന് പറഞ്ഞു. അപ്പൊ യാക്കോബിന്റെ കഷ്ടകാലത്ത് കൂടെ ഇരുന്ന ദൈവം, യാക്കോബ് പോയ വഴിയിലൊക്കെ യാക്കോബിനെ കാത്തു സൂക്ഷിച്ചൊരു ദൈവം, ആ ദൈവത്തിന് ഞാൻ ഒരു യാഗപീഠം ഉണ്ടാക്കുമെന്ന് ആമേൻ സ്തോത്രം യാക്കോബ് തന്റെ കുടുംബത്തിലുള്ളവർ പറയുക. നീ ആ ദൂത് ഏറ്റെടുക്കണം കേട്ടോ, നിന്റെ കുടുംബം ശുദ്ധീകരിക്കണം. എന്നിട്ട് വചനം പറയുന്നത്, അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെയൊക്കെയും കാതുകളിലെ കുണുക്കുകളെയും
യാക്കോബിന്റെ പക്കൽ കൊടുത്തു. യാക്കോബ് അവയെ ശേഖേമിനരികെയുള്ള കരുവേലകത്തിൻ കീഴിൽ കുഴിച്ചിട്ടു. പിന്നെ അവർ യാത്ര പുറപ്പെട്ടു എന്നാണ് കാണുന്നത്. അപ്പൊ യാക്കോബ് തന്റെ കുടുംബത്തിലുള്ള നമ്മുടെ വീട് ശുദ്ധീകരിക്കാൻ പറഞ്ഞപ്പോൾ കുടുംബത്തിലുണ്ടായിരുന്ന അന്യദേവന്മാരെ അവരുടെ കാതിലെ കുണുക്കുകളെയെല്ലാം അവരൂരി യാക്കോബിന്റെ കയ്യിൽ കൊടുത്തു. ലേലിയ യാക്കോബ് അത് ശേഖേമിനരികെയുള്ള കരുവേലകത്തിൻ കീഴിൽ കുഴിച്ചിട്ടു. അല്ലേലിയ. അത് നിനക്ക് വേണ്ടാത്തതിനെ നീ ഊരിക്കളയണം. നിനക്ക് വേണ്ടാത്തതിനെ നീ ഊരിക്കളയണം. നിനക്ക് വേണ്ടാത്തതിനെ മുഴുവൻ നീ മാറ്റിക്കളയണം. നിന്റെ ഭവനം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കണം. എന്നൊരു തിരുവഴുത്തിലെ ഒന്നാമത്തെ ഉണർവാണ് ഈ യാക്കോബിന്റെ കുടുംബത്തിൽ നടന്നത്. തിരുവചനം വായിക്കുമ്പോൾ തിരുവഴുത്തിലെ ഒന്നാമത്തെ ഉണർവ് യാക്കോബിന്റെ കുടുംബത്തിലാണ് നടന്നത്. യാക്കോബിന്റെ കുടുംബത്തിലെ അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് അവരുടെ കാതിലും കഴുത്തിലുണ്ടായിരുന്ന കുണുക്കുകളെ മുഴുവൻ, അന്യദേവന്മാരുടെ നാമത്തിലുള്ള കുണുക്കുകളെ മുഴുവൻ നീക്കിക്കളഞ്ഞപ്പോൾ അവിടെ ഒരു ദൈവസാന്നിധ്യം ഇറങ്ങി വന്നു. രക്തം ചെയ്യണം. ഈശ്വരോ, അതെ, ഇന്ന് നിങ്ങളുടെ കുടുംബത്തിനകത്ത് കർത്താവ് ഇറങ്ങി വരാൻ ആഗ്രഹിക്കുക. നിന്റെ കുടുംബത്തിനകത്ത് യേശു ഇറങ്ങി വരാൻ ആഗ്രഹിക്കും. നിന്റെ ഭവനം ഒന്ന് തുറന്നു കൊടുക്കാൻ നിനക്ക് കഴിയുമോ? ഈശ്വരോ. അപ്പൊ ഇവിടെ പഴയ നിയമത്തിലെ രേഖപ്പെടുത്തുന്ന മറ്റു പല ഉണർവുകളിലും ദൃശ്യമാകുന്ന പ്രമുഖ ലക്ഷണങ്ങൾ പലതും ഈ ഒന്നാമത്തെ ഉണർവിലും നമുക്ക് കാണാൻ കഴിയും. ചിലത് വേദ പണ്ഡിതന്മാർ, പഠിതാക്കൾ രേഖപ്പെടുത്തി വെച്ചിട്ട് ചില ചരിത്ര ഭാഗങ്ങളെ ഞങ്ങൾ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസലോ. അവിടെ ഇങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ ദുഷ്ടതകളുടെയും അപമാനത്തിന്റെയും തുറന്നുണ്ടായ അല്ലുയ ഭയത്തിന്റെയും ശേഷമാണ് മിക്കപ്പോഴും ഉണർവുണ്ടായിട്ടുള്ളത്. യാക്കോബിന്റെ ജീവിതത്തിലും അത് തന്നെയായിരുന്നു കാരണം. അനവധി ദുഷ്ടതകൾ, നിന്ദകൾ, അപമാനങ്ങൾ, പരിഹാസങ്ങൾ, വെല്ലുവിളികൾ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന പല സാഹചര്യങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവിടെ നീ തകർന്നു പോകണ്ട. അതിന് ശേഷം നിന്റെ കുടുംബത്തിനകത്ത് ഒരു ഉണർവിനെ ദൈവം നൽകാൻ ആഗ്രഹിക്കുക. നീക്കേണ്ടതിനെ നീക്കിക്കളഞ്ഞു കഴിയുമ്പോൾ ദൈവിക സാന്നിധ്യത്തിന്റെ കുടുംബത്തിൽ വെളിപ്പെടുമെന്ന് ഹല്ലേലൂയ ഉൽപ്പത്തി പുസ്തകം 34 അല്ലെങ്കിൽ 30-31 വാക്യങ്ങൾ വായിച്ച് കാണാൻ കഴിയും. നിന്റെ കുടുംബത്തെ കർത്താവ് കാണും. നിന്റെ കുടുംബത്തിനകത്തെ അശുദ്ധിയെ മുഴുവൻ ദൈവം കാണുന്നു. കുടുംബത്തിനകത്തെ അശുദ്ധിയെ മുഴുവൻ ദൈവം കണ്ടിട്ട് അവയെ നീക്കിക്കളയുവാൻ യാക്കോബിന്റെ ആലോചന കൊടുത്തപ്പോൾ യാക്കോബ് ആലോചന ഏറ്റെടുത്തിട്ട് ഭവനത്തിനകത്തൊരു ശുദ്ധീകരണം നടത്തുകയാണ്. രക്തം ചെയ്യാം. എന്നെ കേൾക്കുന്ന മാതാപിതാ, നിന്റെ ഭവനത്തിനൊരു ശുദ്ധീകരണം നടത്താൻ നിനക്ക് കഴിയുമോ? നിന്റെ കുടുംബത്തിനകത്ത് ദൈവഹിതമല്ലാത്ത എന്തെങ്കിലും ഉണ്ടെ നീക്കിക്കളയണം കേട്ടോ. ലേലിയ. രണ്ടാമത്തെ കാര്യം ഇവിടെ പറയുന്നത്, ദൈവം നേരിട്ടോ അല്ലെങ്കിൽ പ്രവാചകന്മാർ കൂടെയോ നൽകുന്ന വ്യക്തമായ ആഹ്വാനത്തോടു കൂടെയാണ് മിക്കവാറും ഉണർവുണ്ടാകുന്നത്. നിങ്ങളുടെ കുടുംബത്തിനകത്ത് അശുദ്ധി നിറയപ്പെട്ട് കഴിയുമ്പോൾ ദൈവഹിതമല്ലാത്തത് വന്നു കഴിയുമ്പോൾ ദൈവം ഒന്ന് നേരിട്ടോ അല്ലെങ്കിൽ പ്രവാചകന്മാരിലൂടെയോ ദൈവം തന്റെ ആലോചന അറിയിക്കും. അങ്ങനെയാണ് യാക്കോബിന്റെ കുടുംബത്തിനകത്തെ ദൈവഹിതമല്ലാത്ത കാര്യങ്ങളെ ദൈവം കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? യാക്കോബിന് നേരിട്ട് ദൈവം ആലോചന കൊടുത്തതാണ് ഉൽപ്പത്തി പുസ്തകം 35-1 വാക്യം. അത് എത്രയോ പ്രാവശ്യം പ്രവാചകന്മാർ, ദൈവത്തിന്റെ ദാസന്മാർ നിന്നോട് ദൂത് പറഞ്ഞ് നിന്റെ കുടുംബത്തെ ഒന്ന് ശുദ്ധീകരിക്കുവാൻ. നീ ഇന്നും കേൾക്കാതെ നിന്റെ ഇഷ്ടപ്രകാരം നടക്കുകയാണെങ്കിൽ ദൈവത്തിനിറങ്ങി പ്രവർത്തിക്കാൻ കഴിയാതെ വരും. നിന്റെ കുടുംബം കണ്ണുനീരിന്റെ നടുവിലൂടെ കടന്നുപോകും. അതേ സമയം ഹല്ലേലൂയ നീ വാഞ്ചനം ഏറ്റെടുത്തുകൊണ്ട് നിന്റെ കുടുംബത്തിനകത്ത് നീ ശുദ്ധീകരണം നടത്തുന്നെങ്കിൽ രക്തം ചെയ്യാം. ഹല്ലേലൂയ. നിന്റെ കുടുംബം സ്വർഗീയ സന്തോഷം കൊണ്ട് നിറയപ്പെടും. ഹല്ലേലൂയ. വീണ്ടും ദൈവത്തിന് വചനം പറയുന്നത്, ഉണർവുണ്ടാകുമ്പോൾ ദൈവത്തിന് ഹിതമല്ലാത്ത പല കാര്യങ്ങളും ഉപേക്ഷിക്കണം. നിങ്ങളുടെ കുടുംബത്തിന് ഉണർവുണ്ടാകണമെങ്കിൽ ദൈവഹിതത്തിന് തടസ്സമായി നിൽക്കുന്നതിന് എല്ലാം നിങ്ങൾ ഉപേക്ഷിക്കണം. സാഗരവും നിങ്ങൾ ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ നിന്റെ ഭവനത്തിനകത്ത് ഉണർവുണ്ടാവുകയുള്ളൂ. ലലിയ. വീണ്ടും ദൈവത്തിന് ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കി അതിനെ സമ്പൂർണമായി അനുസരിക്കുവാൻ യാക്കോബ് ബന്ധപ്പെടുന്നു എന്നാണ് ഉൽപ്പത്തി പുസ്തകം 35-3 നമ്മൾ വായിച്ചത്. ദൈവഹിതം മനസ്സിലാക്കി കഴിയുമ്പോൾ, ദൈവഹിതം വെളിപ്പെട്ട് കഴിയുമ്പോൾ അതിനെ എത്രയും പെട്ടെന്ന് അനുസരിക്കുവാൻ, അത് പാലിക്കുവാൻ വേണ്ടി നീ തയ്യാറാകണം. നീക്കേണ്ടതിനെ മുഴുവൻ നീക്കിക്കളയണം. രക്തം ചെയ്യണം. ഹല്ലേലൂയ. അവിടെ 3 വാക്യം എഴുതി വെച്ചിരിക്കുന്ന
നാം പുറപ്പെട്ട് ബേഥേലിലേക്ക് പോകാം. എന്റെ കഷ്ടകാലത്ത് എന്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടി ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം പണിയും. യാക്കോബ് വളരെ ബന്ധപ്പെടുകയാണ്. ഇന്ന് പകൽ ചില കുടുംബങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ദൂത്, ദൈവഹിതമല്ലാത്തനെ നീക്കിക്കളയണം. നാളുകളായി നീ നിന്റെ ഭവനത്തിനകത്ത് പാട്ടുസ്തുതി, സ്തോത്രം, ആരാധനയും ഒക്കെ ചെയ്യുന്നു. നാളുകളായി നീ ഒരു ഉണർവ് വേണ്ടി ആഗ്രഹിക്കുന്നു. ഇന്നും നിന്റെ കുടുംബത്തിനകത്ത് കണ്ണുനീരല്ലേ? ഇന്നും നിന്റെ കുടുംബത്തിനകത്ത് മഹാവ്യാധികൾ കൊണ്ട് നിറയപ്പെട്ട് വേദനയുടെ അനുഭവത്തിലല്ലേ നിന്റെ കുടുംബം? ഉയർച്ചയ്ക്ക് വേണ്ടി, ഉണർവ് വേണ്ടി നീ എത്ര കാലം ആഗ്രഹിച്ചു? ഇന്ന് നിന്റെ കുടുംബത്തിനൊരു ഉണർവ് സംഭവിക്കാൻ, നിന്റെ കുടുംബത്തിന്റെ കഷ്ടതകൾ മാറിപ്പോകാതെ നിന്റെ കുടുംബത്തിനകത്ത് ഇന്നും പരാജയമാണെങ്കിൽ നീ ഇതുവരെ നീക്കേണ്ടതിനെ നീക്കിക്കളഞ്ഞിട്ടില്ലെന്നുള്ളതാ. അല്ലേ? നിന്റെ കുടുംബം വിശുദ്ധിയുള്ള വീടായി മാറണം. അശുദ്ധിയെ നീക്കിക്കളയണമെന്നാണ് ഇവിടെ പഠിക്കാൻ കഴിയുന്നത്. അല്ലേ? വീണ്ടും നമുക്ക് വചനമായി കഴിഞ്ഞ കാലങ്ങളിലെ അനുഗ്രഹങ്ങളെ ഓർപ്പിക്കുന്നതാണ് ഉൽപ്പത്തി പുസ്തകം 35:1-2 വാക്യങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തെ ആത്മാർത്ഥമായി സേവിക്കുവാൻ തുടങ്ങുന്നവർക്ക് തങ്ങളുടെ ശത്രുക്കളിൽ സംരക്ഷണം നൽകുന്ന ദൈവമാണ്. നിങ്ങൾ ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ, ആത്മാർത്ഥമായി നിങ്ങൾ ദൈവത്തെ സേവിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്ന സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ദൈവം നിങ്ങൾക്ക് വിജയം തരും. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 35:5 വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പിന്നെ അവർ യാത്ര പുറപ്പെട്ടു, അവരുടെ ചുറ്റുമിരുന്ന പട്ടണങ്ങളുടെ മേൽ ദൈവത്തിന്റെ ഭീതി വീണത് കൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ ആരും പിന്തുടർന്നില്ല. അങ്ങനെ യാക്കോബും കൂടെയുള്ളവരും യാത്ര പുറപ്പെട്ടപ്പോൾ അവർക്ക് ചുറ്റുമുള്ള പട്ടണങ്ങളുടെ മേൽ മുഴുവൻ ദൈവത്തിന്റെ ഭീതി പകർന്നു. അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ ആരും പിന്തുടർന്നില്ലെന്നുള്ളത് അവിടെ കാണുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രശ്നം, ഹല്ലേലൂയ, ഉണർവുണ്ടാകുന്ന ദൈവിക സ്വഭാവത്തിന്റെ ഒരു പുതിയ വെളിപ്പാടാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 35:11 രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ ഇസ്രായേൽ എന്ന് പേരിട്ട് ദൈവം പിന്നെയും അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുകയും ഒരു ജാതിയും ജാതികളുടെ കൂട്ടവും നിന്നിൽ നിന്ന് ഉത്ഭവിക്കുകയും രാജാക്കന്മാരും നിന്റെ കടിപ്രദേശത്ത് പുറപ്പെടും എന്ന യാക്കോബിന് വീണ്ടും ആലോചന കൊടുക്കുക. അശുദ്ധിയെ നീക്കിക്കളഞ്ഞപ്പോൾ, വിശുദ്ധിയുടെ ഭവനമായി കഴിഞ്ഞപ്പോൾ, യാക്കോബിന്റെ കഷ്ടകാലത്ത് കൂടിയിരുന്ന ദൈവത്തിന്റെ വാക്കുകൾ, ദൂതുകൾ ഏറ്റെടുത്ത് ദൈവത്തിന് യാഗപീഠം പണിതപ്പോൾ യാക്കോബിനെ ദൈവം വീണ്ടും ഒരു പുതിയൊരു അനുഭവത്തിലേക്ക് കൊണ്ടുവരിക. അത് ഈ യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവമാണ് നിന്നെ അനുഗ്രഹിക്കുന്നത്. അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവം നിന്റെ ദൈവമായി നിന്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വരാൻ ഇതൊക്കെ നിന്റെ കുടുംബത്തിന് വിട്ടുകൊടുക്കാമോ സഹോദര, സഹോദരി? ഹല്ലേലൂയ. നിന്റെ ദൈവഹിതമല്ലാത്തതിനെ മുഴുവൻ നീ എടുത്ത് മാറ്റിക്കളയണം. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ പുതുക്കപ്പെടുന്ന ഉയർന്ന ആത്മീയ ജീവിതത്തിന്റെ വെളിപ്പാടുകൾ ദൈവം നിനക്ക് തരും. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ദൈവം പുതുക്കുമ്പോൾ, കഴിഞ്ഞ കാലങ്ങളിൽ നീ കേട്ട വാഗ്ദത്തങ്ങൾ പിന്നെയും ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവത്തിന്റെ ദാസിദാസന്മാർ നിന്നെ ഓർപ്പിച്ച് ഉണർത്തുമ്പോൾ നിന്റെ ഭവനം ക്രമീകരിക്കണമെന്നാണ്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ കുടുംബത്തെ എന്ത് ചെയ്യണം? വിശുദ്ധീകരിക്കണം. വീടിനെ ശുദ്ധീകരിക്കും. കർത്താവിന് ഇഷ്ടമില്ലാത്ത സകലത്തെയും വിട്ടു മാറണം. കർത്താവ് നിങ്ങളുടെ വീട്ടിനകത്ത് വസിക്കണം. അതുകൊണ്ടാണ് സക്കായിയെ യേശു സന്ദർശിച്ചപ്പോൾ, അല്ലയ്യ, സക്കായി പറഞ്ഞു, സക്കായി വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് യേശു സക്കായിയോട് പറഞ്ഞത് ലൂക്കോസ് സുവിശേഷം 19:5 നമുക്ക് കാണാൻ കഴിയും. അതെ, സക്കായി തന്റെ വീടിനെ ശുദ്ധീകരിച്ചപ്പോൾ, നീക്കേണ്ടതിനെ മുഴുവൻ നീക്കിക്കളഞ്ഞപ്പോൾ, സകല അശുദ്ധിയെ സക്കായി അല്ലെങ്കിൽ നീക്കുവാൻ തയ്യാറായപ്പോൾ യേശു അവന്റെ ഭവനത്തിൽ വസിപ്പാൻ തയ്യാറായി. അങ്ങനെ യേശു സക്കായിയുടെ ഭവനത്തെ കുറിച്ച് പറഞ്ഞ, ഇന്ന് ഈ വീടിന് രക്ഷ വന്ന് ഇവനും അബ്രഹാമിന്റെ സന്തതിയല്ലയോ, കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ ദൈവപുത്രൻ വന്നതെന്ന് നമ്മൾ ലൂക്കോസ് സുവിശേഷം 19:10 വായിക്കുന്നുണ്ട്. അത് സക്കായിയുടെ വീട്ടിലേക്ക് ഇറങ്ങി വന്ന ദൈവം. സക്കായിയുടെ കുടുംബത്തിൽ പാർക്കുവാൻ ആഗ്രഹിച്ച യേശു നിന്റെ വീട്ടിനകത്ത് പാർക്കുവാൻ ആഗ്രഹിക്കുന്നു.
ദൈവത്തിന്റെ വാക്തത്വങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന്റെ ദൂതുകൾ ഏറ്റെടുത്ത് യാക്കോബ് തന്റെ കുടുംബത്തിനകത്ത് ശുദ്ധീകരണം നടത്തിയതുപോലെ, അല്ലേലിയ, അന്യദേവന്മാരെ എല്ലാം നീക്കിക്കളഞ്ഞ് കുടുംബത്തിനകത്ത് ഒരു വലിയ ശുദ്ധീകരണം യാക്കോബ് നടത്തിയതുപോലെ, ആമേൻ, നിന്റെയും കുടുംബത്തിനകത്ത് സക്കായി വീഴേണ്ടതിനെ മുഴുവൻ വിട്ട് കർത്താവിന്റെ തന്നെ താഴ്ത്തി കൊടുത്തപ്പോൾ യേശു സക്കായിയുടെ വീട്ടിലേക്ക് എത്തിയതുപോലെ, ആ വീടിന് രക്ഷ വന്നതുപോലെ, ഹല്ലേലൂയ, ഇന്ന് പകൽ നിന്റെ കുടുംബത്തിനകത്ത് യേശു വരാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. എന്നെ കേൾക്കുന്ന ശ്രോതൻ, നിന്റെ ഭവനത്തിനകത്ത് ആര് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഈ ലോകത്തിന്റെ അല്ലെങ്കിൽ പ്രമുഖരായിരിക്കുന്ന അവിടുത്തെ താരങ്ങൾ, ജനപ്രിയ നേതാക്കന്മാർ, സിനിമാ താരങ്ങൾ, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ സകല കോമഡി, സകല അശുദ്ധമായി ജീവിക്കുന്ന അശ്ലീല ജീവിതത്തെ നിറയപ്പെട്ടുന്ന ആൾക്കാരല്ല നിന്റെ വീട്ടിലേക്ക് വരേണ്ടത്. ലോകത്തിൽ സകല അശുദ്ധിയിൽ ജീവിക്കുന്ന മദ്യപാനികൾ കുപ്പിയും വാങ്ങി അവരല്ല നിന്റെ വീട്ടിലേക്ക് വരേണ്ടത്. മയക്കുമരുന്ന്, ലഹരി പദാർത്ഥങ്ങളും മേടിച്ചുകൊണ്ട് അവരെയല്ല നിന്റെ വീട്ടിൽ കയറ്റേണ്ടത്. നിന്റെ ഭവനത്തിനകത്ത് കരുതുന്ന ഇവിടുത്തെ രാഷ്ട്രീയക്കാരോ തീവ്രവാദികളോ അല്ലെങ്കിൽ ഇവിടുത്തെ ഭീകരവാദികളോ വർഗീയവാദികളോ അല്ല നിന്റെ വീട്ടിൽ വരേണ്ടത്. നിന്റെ വീട്ടിനകത്ത് വരേണ്ടത് യേശുവാ. ഹല്ലേലൂയ. നിന്റെ വീട്ടിനകത്ത് യേശു നീയും കൂടെ കൂടിയിരുന്ന് ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞ, 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ അവരുടെ നടുവിൽ ഞാനുണ്ടെന്ന് യേശു ക്രിസ്തു തന്നെ പറയാൻ കാരണം, നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിന്റെ ഭർത്താവും, ഹല്ലേലൂയ, നിന്റെ അപ്പനും അമ്മയും എല്ലാം കൂടെ ഒന്നിച്ച് കൂടിയിരുന്ന് ദൈവത്തെ പാടി സ്തുതിച്ച് ദൈവത്തിന്റെ കൂടാരമായി നിന്റെ ഭവനത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ സ്തുതി സ്തോത്രം ഉയർന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും? നിന്റെ വീട്ടിനകത്ത് ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവിക സമാധാനമാണ് യേശു നൽകാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഭവനം ഒരു പ്രാർത്ഥനാ ഭവനമായി മാറണം. ഉണർവ് നിന്റെ കുടുംബത്തിന് ആരംഭിക്കട്ടെ. ഉണർന്നിന്റെ ജീവിതമാകുന്ന കൂടാരത്തിൽ ഉണർവിന്റെ ഭവനമാകുന്ന കൂടാരത്തിന് ആരംഭിക്കട്ടെ. ആ ഉണർവ് സഭയിലേക്ക് വരട്ടെ. അത് ദേശത്തിലേക്ക്, വ്യക്തികളിലേക്ക്, ജാതികളിലേക്ക് ഉണർവ് വ്യാപരിക്കട്ടെ. അല്ലേരി അതിന് നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. രക്തം ചെയ്യണം. ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാപിതാവേ, നീ ഒരു ഉണർവ് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ കൂടാരം ദൈവത്തിന് കൊടുക്കണം. ഇവിടെ ദൈവത്തിന് വചനമായ ഇന്ന് പല വീടുകളിലും അശുദ്ധമായ പുസ്തകങ്ങളും പൈങ്കിളിക്കഥകളും നോവലുകളും ഒക്കെ കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്ന പല കുടുംബങ്ങൾക്കകത്തും അശ്ലീലമായ അശുദ്ധമായ പുസ്തകങ്ങളും പൈങ്കിളിക്കഥകൾ കൊണ്ട് നിറയപ്പെട്ട സിനിമകളും റിയാലിറ്റി ഷോകളും അതുപോലെ എന്ന് വേണ്ട എല്ലാ കോമഡികൾ കൊണ്ട് ഭവനത്തിനകത്ത് അസ്വസ്ഥതയാണ്. ചില വീടുകളിലൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് ചെല്ലുമ്പോൾ, ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ കേൾക്കുന്നത്, മുറ്റത്ത് ചെല്ലുമ്പോൾ തന്നെ അറിയാം, ഭയങ്കര സിനിമയുടെ ശബ്ദവും കോമഡിയുടെ, റിയാലിറ്റി ഷോയുടെ, സീരിയലിന്റെ ഭയങ്കര വലിയ ബഹളമാണ്. അപ്പനും അമ്മയും മക്കളും എല്ലാം ചുറ്റുവട്ടത്തിരുന്ന് മൊബൈലും തോണ്ടി കളിച്ചുകൊണ്ട് സിനിമകൾ അല്ലെങ്കിൽ വീട്ടിനകത്തെ അശ്ലീലമായത് കണ്ട് ആസ്വദിക്കുന്ന അനവധി ഭവനങ്ങളിലേക്ക് അല്ലേരിയ കടന്നു ചെന്ന സന്ദർഭങ്ങളുണ്ട്. പാസ് കാണുമ്പോഴത്തേനും വലിയ വിശ്വാസിയെ കാണുമ്പോൾ, ദൈവഭക്തന്മാർ കടന്ന് കാണുമ്പോഴത്തേനും പെട്ടെന്ന് റിമോട്ട് എടുത്ത് TV ഓഫ് ചെയ്ത് എവിടെങ്കിലും കിട്ടുന്ന എന്തെങ്കിലും തുണിയെടുത്ത് തലയിലേക്ക് നിൽക്കുന്ന അനവധി ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് തലയിൽ ഇടേണ്ടതെന്ന് പോലും അറിയാതെ കയ്യിൽ കിട്ടിയതെടുത്ത് തലയിലിട്ടത് എനിക്കറിയാം. വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ ചിന്തിച്ചാൽ മതി. അല്ലേലൂയ. അതെന്തിന്റെ ഭവനം സിനിമക്കാർക്ക് വേണ്ടി, ഇവിടുത്തെ അശ്ലീലമായ കോമഡിക്കാർക്ക് വേണ്ടി, സീരിയലുകാർക്ക് വേണ്ടി നിന്റെ ഭവനം വിട്ടുകൊടുക്കരുത്. സീരിയലിനകത്തും സിനിമകൾക്കകത്തും ഇവിടുത്തെ കോമഡികൾക്കകത്തും നിറഞ്ഞിരിക്കുന്ന അശ്ലീലമായത് നിന്റെ കുടുംബത്തിനകത്ത് ആ ശബ്ദത്താൽ ഉയർന്നു കഴിയുമ്പോൾ നിന്റെ ഭവനത്തിനകത്താക്കി അശുദ്ധി കടന്നു വരുമെന്ന് സാത്താൻ കയറി കൂടുമെന്ന് ഹല്ലേലൂയ. അതുകൊണ്ടാണ് യാക്കോബ് പറഞ്ഞത്, ആ വിലയ കുടുംബത്തിനകത്തുള്ള സകലത്തെ നീക്കിക്കളയണമെന്ന് പറഞ്ഞു. പ്രൈസ്. അതെന്റെ വീട് അശുദ്ധിക്ക് വേണ്ടി, അശുദ്ധിയുടെ കോലാഹലം കൊണ്ട് നിറയപ്പെടരുത്. ചിലരൊക്കെ TV സീരിയലും കോമഡി കണ്ട് പൊട്ടിച്ചിരിക്കുക. ഹല്ലേലൂയ. ഞാനൊരു സഹോദരിയെ അവരുടെ വീട്ടിൽ ചെന്ന് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മക്കളും ഒക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അല്ലേ, അവർ TV ഒരിക്കലും ഓഫ് ചെയ്യാതെ വെച്ചുകൊണ്ടിരിക്കുക. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വന്നതാ, നിങ്ങളോട് സുവിശേഷം പറയാൻ വന്നതാ. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഈ വെറുക്കൂത്ത് ആ പെട്ടി അങ്ങ് ഉപേക്ഷിക്കുക, അതങ്ങ് ഓഫ് ചെയ്യാൻ. അവരെ വെറുക്കൂത്ത് ഒന്ന് ഓളിയും കുറച്ച് വെച്ചു, എന്നാലും അവർ കണ്ണതിരിക്കുക.
അവിടെ ഇരിക്കുന്ന വെറുക്കുത്ത് എന്ന് പറഞ്ഞ ആ സാധനം പെട്ടിയുടെ TV എന്ന് പറഞ്ഞാൽ അതൊന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചെന്ന് എനിക്ക് സ്വസ്ഥമായിട്ട് സുവിശേഷം പറഞ്ഞ് പ്രാർത്ഥിച്ച വീടിനെ അനുഗ്രഹിച്ചു പോരാൻ കഴിയും. പക്ഷേ അത് ഓഫ് ചെയ്യുന്നതിന് പകരമായി വോളിയം കുറച്ചു വെച്ചു, എന്നിട്ട് തലയിൽ തുണിയിട്ടോട് നിൽക്കുക. എങ്ങനെ ആ വീട് ഗതി പിടിക്കും? എങ്ങനെ ആ വീട്ടിൽ പ്രാർത്ഥിച്ച ദൈവം പ്രവർത്തിക്കും? അങ്ങനെ ആ TV ഓഫ് ചെയ്യുന്ന പറഞ്ഞപ്പോൾ അവരുടെ മുഖമൊക്കെ ഒന്ന് കറത്തു. ഇടയ്ക്ക് പെട്ടെന്ന് എന്തോ ഒരു ഭാഗം വന്നാൽ അവർ ഒറ്റ ചിരി. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാനല്ലായിരുന്നു അവർക്ക്, എങ്ങനെയും ഈ പാസം ഇറങ്ങിപ്പോക്കോട്ടെ എന്നുള്ള ചിന്തയിലായിപ്പോയി. TVയിലെ കോമാളിത്തരങ്ങൾ കണ്ടുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്ന, TVയിലെ അശ്ലീലമായത് കണ്ടിട്ട് പൊട്ടിച്ചിരിക്കുന്ന ശ്രോതാവി, നിന്റെ കുടുംബ സാത്താനാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുക. അങ്ങനെയുള്ള നിന്റെ കുടുംബത്തിനകത്ത് ഉണർവുണ്ടാകത്തില്ല. ദൈവഭക്തരായിരുന്നാലും അല്ലാത്തവരെ ആയിരുന്നാലും നിന്റെ ഭവനത്തിനകത്തെ അശുദ്ധിയെ നീക്കിക്കളയണം. എന്നാൽ ഞാൻ TV എടുത്ത് പുറത്തു കളയാനല്ല പറഞ്ഞത്. ആവശ്യമായ വാർത്തകൾ മാത്രം നീ കാണുന്നെങ്കിൽ ആവശ്യമായ വാർത്തകൾ, ലോകത്ത് നടക്കുന്ന പല സംഭവങ്ങളെക്കുറിച്ച് ന്യൂസ് ഉണ്ട് അല്ലേ? ഞാൻ നോക്കിയിട്ട് TV എന്ന് നമ്മുടെ വീട്ടിൽ TVക്കകത്ത് ഏറ്റവും നല്ല ന്യൂസ് ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ദൂരദർശന്റെ ന്യൂസാണ് അല്ലേ? കാരണം അതിനകത്ത് വലിയ അശ്ലീലങ്ങളൊന്നുമില്ല. ഒരുവിധമൊക്കെ നമുക്ക് ആ ന്യൂസ് ഒന്ന് കേൾക്കാൻ പറ്റും. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂസ്, ആ ഒരു വാർത്ത കേൾക്കണമെങ്കിൽ ആ വാർത്തയുടെ പൂർത്തീകരണം അത് എന്താണെന്ന് നമുക്ക് അറിയണമെങ്കിൽ അതിനിടയ്ക്ക് കൂടി സകല അശ്ലീലങ്ങളും കാണണം. അത്രമാത്രം അശുദ്ധമായ അനുഭവത്തിലാണ് പല വീടുകളും കടന്നു പോകുന്നത്. ലഹരി സാധനങ്ങളുടെ നാറ്റമാണ് ചില കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ, ചില വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ലഹരി സാധന നാറ്റം. അവർ കുടിച്ച ബ്രാൻഡിയുടെ, കുടിച്ച മദ്യത്തിന്റെ, ഉപയോഗിച്ച ലഹരിയുടെ, അവർ മുറുക്കാന്റെ നാറ്റങ്ങളാണ്. ചില ഭവനത്തിനകത്തും അവിടെ ഇരിക്കുന്ന വ്യക്തിയിലും അല്ലേ സിഗരറ്റിന്റെ മണം, പുകയിലൂടെ മണം, ലഹരിയുടെ മണം. ചില ആൾക്കാരൊക്കെ അരികെ വന്നിരിക്കുമ്പോൾ തന്നെ ചില കട്ട് നാറ്റമാണ്. കുടിച്ച ലഹരിയുടെ നാറ്റം നാവ് തുറക്കം, അത്തരം തുറക്കം പുറത്തേക്ക് വരും. വലിച്ച വീടിയുടെ അല്ലെ പുകയിലൂടെ മണം പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കും. ചില അത്ര നാറ്റുക ചില കുടുംബത്തിനകത്ത്. അശുദ്ധമായത് ഉപയോഗിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ കുടുംബം മുഴുവൻ അശുദ്ധമാക്കപ്പെട്ട് കിടക്കുക. നീ എത്ര വലിയ ഭക്തനായിരുന്നാലും നിന്റെ കുടുംബത്തിനകത്ത് ഉണർവുണ്ടാകത്തില്ല. അശുദ്ധിയെ നീക്കിക്കളയണം. നിന്റെ വീട്ടിനകത്ത് സകല കോമാളിത്തരങ്ങളെ നീ നീക്കിക്കളഞ്ഞിട്ട് നീ ദൈവസനി താഴ്ത്തി കൊടുക്കണം. ലേലിയ രക്തം ചെയ്യും. പല കുടുംബം ലഹരിയുടെ നാറ്റമാണ് വരുന്നത്. പല വീടുകളും മലരിയ വീടിന്റെ മുറ്റത്ത് ചെല്ലുമ്പോൾ തന്നെ വലിച്ച് കളഞ്ഞിരിക്കുന്ന സിഗരറ്റിന്റെ കുറ്റികളും ബീഡിക്കുറ്റികളും പല ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ കാണാൻ കഴിയും. പല ഭവനങ്ങളിൽ ചെല്ലു കഴിയുമ്പോൾ ആ ഭവനത്തിന്റെ മുറ്റത്തേക്ക് നോക്കുമ്പോൾ മുറുക്കി തുപ്പിയ അനുഭവങ്ങളാണ്. പല ഭവനങ്ങളിൽ മുറ്റത്ത് ചെല്ലുമ്പോൾ അവ വായിലിട്ട് ചവച്ച് തുപ്പിയ ബബിൾ കം വീണ് കിടക്കുക. പല ഭവനങ്ങളും കടലും ആ മുറ്റൊന്ന് അടിച്ചു തൂത്തുവാരാതെ കോലാഹലപ്പെട്ട് കിടക്കുക. പ്രഭാതത്തിൽ നിന്ന് മുറ്റമൊക്കെ അടിച്ചു വാരി വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടാൽ അതൊരു മനോഹര. പക്ഷേ രാവിലെ എഴുന്നിട്ട് TV കണ്ട് മൊബൈലിനകത്ത് തോണ്ടി ഇരുന്നാൽ പിന്നെ വീട് അടിച്ചു വാരാൻ സമയം കിട്ടത്തില്ല. ജീവിതത്തിനെ അടിച്ചു വൃത്തിയാക്കാൻ സമയം, പിന്നെ ഉണർവ് ഇങ്ങനെ കിട്ടാനാ. നിന്റെ വീട്ടിനകത്ത് ഉണർവുണ്ടാകണം. നിന്റെ വീട്ടിനകത്ത് വരുമ്പോൾ തന്നെ അവിടെ ദൈവസാന്നിധ്യം ഉണ്ടാകണം. നിന്റെ ഭവനത്തിലേക്ക് ഒരു ദൈവത്തിന്റെ ദാസന്റെ കുടുംബത്തിലേക്ക് ദൈവദാസൻ കടന്നു വരുമ്പോൾ നിന്റെ ഭവനത്തിനകത്ത് അശുദ്ധി ഉണ്ടെങ്കിൽ, അശുദ്ധിയാൽ നിറയപ്പെട്ടതാണെങ്കിൽ അവിടുത്തെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവസാന്നിധ്യം വെളിപ്പെടില്ല. രക്തം ചെയ്യും എന്ന് പറഞ്ഞാൽ നിന്റെ ഭവനം ഒരു കൂടാരമായി മാറണം. നിങ്ങളുടെ ശരീരം ഒരു കൂടാരമായി മാറണം. ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുന്ന, ആരാധനയുള്ള, കൂട്ടായ്മയുള്ള, ദൈവത്തോട് ചേർന്നിരിക്കുന്നതിന്റെ കുടുംബത്തിനകത്ത് ദൈവ സാന്നിധ്യതാണ്. ഉല്ലാസത്തിന് ജയത്തിന്റെ ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ. അവിടെ സ്തുതി സ്തോത്രങ്ങൾ അതിന്റെ ഭവന കർത്താവിന് സമർപ്പിച്ചു കൊടുക്കണം. യേശു അതുകൊണ്ടാണ് പറഞ്ഞത്, വെളിപ്പാട് പുസ്തകം 3-20 വാക്യത്തിൽ യേശു പറഞ്ഞത്, ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അല്ലേ? അപ്പം ദൈവശബ്ദം കേട്ടിട്ട്, ദൈവവചനം കേട്ടിട്ട്, പ്രവാചക ദൂതുകൾ കേട്ടിട്ട്, ആലോചനകൾ കേട്ടിട്ട് നിന്റെ ഭവനം നീ യേശുവിന് തുറന്നു കൊടുക്കണം. നിന്റെ ഹൃദയം നീ യേശുവിന് തുറന്നു കൊടുക്കണം. ദൈവം നേരിട്ട് യാക്കോബിനോട് ആലോചന പറഞ്ഞപ്പോൾ
അതല്ലേ നമ്മൾ കണ്ട ഉൽപ്പത്തി പുസ്തകം 35-1-2 ദൈവം നേരിട്ട് യാക്കോബിനോട് ആലോചന പറയുക. ദൈവം നേരിട്ട് യാക്കോബിനോട് ആലോചന പറഞ്ഞപ്പോൾ ഭവനത്തിനകത്തുണ്ടായിരുന്ന സകല അന്യദേവന്മാരെയും നീക്കിക്കളഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. എത്രയോ പ്രാവശ്യം ദൈവം നിങ്ങളോട് നേരിട്ട് ആലോചന പറഞ്ഞിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം ദൈവം നേരിട്ട് ആലോചന പറഞ്ഞിട്ടുണ്ട്. നിന്റെ വീട്ടിനകത്തെ അശുദ്ധി നീക്കിക്കളയാൻ നീ ഇന്നുവരെ നീക്കിയിട്ടുണ്ടോ? ഹല്ലേലൂയ, നീക്കണം. നീ ഈ കാലഘട്ടത്തിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുക. നിന്റെ ഭവനത്തിനകത്ത് ദൈവം ഒരു പ്രവൃത്തി അയക്കാൻ ആഗ്രഹിക്കുക. നിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുക. ആമേൻ. യോശുവ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ ദേവീദേവന്മാരെ സേവിച്ചാലും നിങ്ങൾ കടന്നു പോകുന്ന വഴിയിൽ, നിങ്ങൾ കടന്നു പോകുന്ന ദേശത്ത് ഹല്ലേലൂയ ഉള്ള ദേവീദേവന്മാരെ നിങ്ങൾ സേവിച്ചാലും ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കുമെന്ന് യോശുവ പറഞ്ഞത് നമുക്കറിയാം. അതിന് നിങ്ങൾ യോശുവയുടെ പുസ്തകം 24-ാം 14-15 വാക്യം 14 വായിച്ചിട്ട് 15 വായിച്ച് താഴോട്ട് വരണം. നീക്കേണ്ടതിനെ മുഴുവൻ നീക്കിക്കളയണം. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തിനകത്ത് യേശു ഇറങ്ങി വരട്ടെ. ഈ കാലഘട്ടത്തിൽ ഒരു ഉണർവ് നിന്റെ കുടുംബത്തിൽ തരാൻ ആഗ്രഹിക്കുക. യേശു നിന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് ഒരു ശത്രുവിന് പ്രവേശിപ്പാൻ കഴിയില്ല. യേശു നിന്റെ കുടുംബത്തിലില്ലെങ്കിൽ നിന്റെ കുടുംബത്തോട് മുഴുവൻ പോരുകളായിരിക്കും, പോരാട്ടങ്ങളായിരിക്കും. കുടുംബത്തിനകത്ത് സാത്താൻ അവന്റെ വിത്തുകൾ വിതറാൻ തുടങ്ങും. നിന്റെ ഭാര്യയെ, നിന്റെ ഭർത്താവിനെ, നിന്റെ മക്കളിൽ അശ്ലീലമായ ജീവിത സാഹചര്യത്തിലേക്ക് സാത്താൻ നയിക്കും. നിങ്ങളുടെ കണ്ണുകൾക്ക് ഇമ്പമാകുന്നത് അവൻ കാണിച്ചത് നിങ്ങളെ അതിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകും. അവസാനം നിങ്ങൾക്ക് അതിൽ നിന്ന് കരകയറുക കഴിയാതെ സാത്താൻ നിന്റെ കുടുംബത്തെ തകർക്കും. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പറയുക, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവിൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വേദപുസ്തകം ഒന്നാമത്തെ ഉണർവ് ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം യാക്കോബിന്റെ കുടുംബത്തിനാണ് നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതൊരു വലിയ ഉണർവ് തന്നെയാണ് കേട്ടോ. ആ ഒരു ഉണർവാണ് ദൈവം നിന്റെ കുടുംബത്തിലും ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അവരുടെ കേൾക്കുന്ന ഒരു സ്നേഹിത, നിങ്ങളുടെ കുടുംബത്തിനകത്തിരിക്കുന്നതിനെ, കുടുംബത്തിനകത്തെ അശുദ്ധിയെ മുഴുവൻ നീക്കി വിശുദ്ധിയിലേക്ക് കൊണ്ടുവരണം. ദൈവത്തിന് സ്തോത്രം. അപ്പം ദൈവവചനം നിങ്ങളെ താക്കീത് ചെയ്യുമ്പോൾ നീയും അതുപോലെ അതനുസരിക്കുന്നെങ്കിൽ, നീക്കേണ്ടതിനെ നീക്കിക്കളയുമ്പോൾ നിന്റെ കുടുംബത്തിനകത്ത് ശാപമായി നിൽക്കുന്നതിനെ ദൈവം നീക്കിക്കളയും. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിന്റെ ശാപങ്ങൾ മാറണമെങ്കിൽ ദൈവവചനം അനുസരിക്കണം. നമുക്കറിയാം, ആവർത്തന പുസ്തകം 7-ാം അധ്യായം 26-ാം വാക്യം കാണുന്നുണ്ട്. നീയും അതുപോലെ ശാപമായി തീരാതിരിക്കേണ്ടതിന് അറപ്പായുള്ളത് നിന്റെ വീട്ടിൽ കൊണ്ടുപോകരുത്. സ്രാജനത്തോട് ദൂത് കൊടുക്കുമ്പോൾ, സ്രാജനത്തോട് ആലോചന കൊടുക്കുമ്പോൾ, മോശയിലൂടെ ദൈവം സംസാരിക്കുമ്പോൾ ഇവിടെ മോശ ജനത്തോട് നീയും അതുപോലെ ശാപമായി തീരാതിരിക്കേണ്ടതിന് അറപ്പായുള്ളത് നിന്റെ വീട്ടിൽ കൊണ്ടുപോകരുത്. ദൈവം അറയ്ക്കുന്നതൊന്നും നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകരുത്. ഹല്ലേലൂയ. ദൈവം അറയ്ക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ, മയക്കുമരുന്നുകൾ, അശ്ലീലമായതൊന്നും, ജടികമായതൊന്നും നിന്റെ വീട്ടിലേക്ക് നീ കൊണ്ടുപോകരുത്. അങ്ങനെ അത് നിന്റെ വീട്ടിലേക്ക് നിന്റെ വീട് ശാപമായി മാറും. ചിലരുടെ ഭവനത്തിൽ ചെന്നാൽ ഹല്ലേലൂയ, ഷെൽഫിലും അലമാരിയിലും ഫ്രിഡ്ജിലും ഒക്കെ ബ്രാൻഡി കുപ്പികൾ ഇരിക്കുന്നതാ കാണുന്നത്. അവരുടെ റൂമുകളിലൊക്കെ ചെന്നാൽ, കട്ടിലൊക്കെ ഇരിക്കി ചെന്നാൽ ഹല്ലേലൂയ, അവിടെ ഒക്കെ പുകയിരിക്കുന്നത് കാണാൻ കഴിയും. അപ്പൊ നിങ്ങൾ ഇതൊക്കെ എങ്ങനെ പാസ് കാണും? ചില വീട്ടിലൊക്കെ ചെന്നാൽ അവര് എല്ലാ വീടും വലിയ സൗകര്യങ്ങളൊന്നുമില്ലല്ലോ. ഹല്ലേലൂയ. അപ്പൊ ആ വീടുകളൊക്കെ അതിന്റെ സൗകര്യം അനുസരിച്ചായിരിക്കും നമ്മളെ സ്വീകരിക്കുകയും ഇരുത്തുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അവിടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റും. ഹല്ലേലൂയ. ഞാനൊരു ഭവനത്തിൽ ചെല്ലുമ്പോൾ എനിക്ക് വളരെ സ്വാതന്ത്ര്യമുള്ള ഭവനമാണ്. എന്റെ വീട് പോലെ ഉപയോഗിക്കുന്ന വീടാണ്. അവിടെ ചെന്ന് ഞാൻ ദാഹത്തിന് അല്പം വെള്ളം എടുത്തു കുടിക്കാൻ ഫ്രിഡ്ജ് തുറന്നപ്പോൾ അതിനകത്ത് രസം കണക്കിന്, ഹല്ലേലൂയ, രസം കണക്ക് 4 കുപ്പിയുണ്ട്. 4-5 കുപ്പി ബ്രാൻഡി ഇരിക്കുക. അവിടെ ഞാൻ അടുക്കളയിൽ ചെന്ന് കഴിയുമ്പോൾ കുറച്ച് കുടിച്ചതിന്റെ ബാക്കിയിരിക്കുന്ന കുപ്പിയും പിന്നെ ഗ്ലാസും പാത്രങ്ങളും എല്ലാം നിരത്തി വെച്ചിരിക്കുക. അവർ വളരെ വിശുദ്ധന്മാരായിരുന്നു. പക്ഷേ ആ കുടുംബ ശാപഗ്രസ്തമായി മാറി. ദൈവം അറയ്ക്കുന്നു നിന്റെ ഭവനത്തിനകത്ത് കൊണ്ടുപോകരുത്. പ്രൈസ് ദി ലോർഡ്. അത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഉല്ലാസത്തിന്, ജയത്തിന്, പോഷ, നീതിപാട് കൂടാരങ്ങളുണ്ടെന്ന് ദൈവത്തിന് വചനം പറയുന്ന പോലെ അത് നിന്റെ കുടുംബത്തിനകത്ത് ദൈവസാന്നിധ്യം ഇറങ്ങി വരട്ടെ. നീക്കേണ്ടതിനെ മുഴുവൻ നീക്കിക്കളൻ ശുദ്ധീകരിപ്പാൻ ഇത് പകൽ നിന്റെ ഭവനത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ
ഇത് പകലിനോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാണ്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തിന് കർത്താവി സംസാരിക്കുക തന്നെ ഭവനത്തിനകത്തുള്ള സകല അശുദ്ധി നീക്കിക്കളഞ്ഞ് ദൈവം അറയ്ക്കുന്ന സകലത്തെ കുടുംബം നീക്കിക്കളഞ്ഞ് കേരളത്തിൽ ലോക രാജ്യങ്ങളുള്ള എല്ലാ കുടുംബങ്ങളിലും ദൈവമക്കളിലും കർത്താവി ഒരു ദൈവപ്രവർത്തകരെ ഉണർവായിക്കണമേ. കർത്താവി ഓരോ ഭവനങ്ങളും ദൈവത്തിന്റെ കൂടാരമായി മാറട്ടെ, ഓരോ വ്യക്തികളും ദൈവത്തിന്റെ കൂടാരമായി മാറട്ടെ, ദൈവ സാന്നിധ്യം കൂടെ നിറയപ്പെട്ട ഭവനങ്ങളായി മാറട്ടെ. അശുദ്ധമായ ഇതെല്ലാം നീ കർത്താവ് ജനത്തെ ശുദ്ധീകരിക്കണമേ. കേരളത്തിൽ ഭാരത ലോക രാജ്യങ്ങൾ ശക്തമായ ആത്മീയ ഉണർവ് സകല കുടുംബത്തിലുണ്ടാകുവാൻ, സകല മാനുഷികമായ ഹൃദയങ്ങളെ ഉണർവുണ്ടാകുവാൻ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം കുടുംബങ്ങൾ വെളിപ്പെടട്ടെ. സകല പൈശാചികമായ തന്ത്രങ്ങൾ, സകല പൈശാചികതകളെ ദൈവം നീക്കിക്കളഞ്ഞ് ജനശുദ്ധീകരണത്തിലേക്ക് വരട്ടെ. സമാധാനമില്ല, സന്തോഷമില്ല, സ്വസ്ഥതയില്ല, കണ്ണുനീരിന്റെ നടിയിലൂടെ, ദുഃഖത്തിലൂടെ, അരാജകത്വത്തിന്റെ ശാപത്തിലൂടെ, പാപത്തിലൂടെ, നിലവിളിയുടെ അനുഭവത്തിൽ കടന്നു അനവധി കുടുംബങ്ങളുണ്ട്. ഇത് പകൽ സകല കുടുംബങ്ങൾ ആമേ ശുദ്ധീകരിക്കപ്പെടട്ടെ. ആമേ യാക്കോബ് പറഞ്ഞതുപോലെ വലിയൊരു ശുദ്ധീകരണത്തിലേക്ക് ഈ ജനത്തെ നയിക്കണമേ. എല്ലാ ശത്രുവിന്റെ പോരുകളിൽ കൊണ്ടും ഒഴിക്കണം. യേശുവിന്റെ നാമത്തിൽ ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും ഞങ്ങൾ മുദ്രവെക്കുകയാണ്. ഉല്ലാസത്തിന് ജയത്തിന് ഘോഷം, നാമേ ഘോഷം, നീതിവന്മാരുടെ കൂടാരങ്ങളുണ്ട്. തിരുവെഴുത്ത് വായിച്ച അതേ അനുഭവത്തിൽ സകല കുടുംബങ്ങളായി മാറട്ടെ. സകല മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.